ഗൈസ് വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നാജിൽ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പുതിയ വീഡിയോസാണ്. പിന്നെ നമ്മളെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്, ഇറ്റ്സ് മീ നാജിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇല്ലാത്തപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കുന്നു, കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു. എയർപോർട്ടിന് മതിലൊക്കെ കെട്ടിയിരിക്കണേ. എടാ ഇതിൽ 2 വിമാനമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? ഞാനൊന്നും കൂടി ഉണ്ടാക്കി, വേറൊരു വിമാനം കൂടി ഉണ്ടാക്കുന്നു. പിന്നെ എൻ്റെ പെരക്കുള്ള റോഡും കയറിയിട്ടേക്ക്. ഈ പെര കണ്ടിട്ടില്ലേ? കണ്ടില്ല? പെര എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഡിസൈൻ എടുത്തുകൊണ്ട് ഉണ്ടാക്കി. ഇത് കാരണം പൊളിച്ചല്ലേ. അപ്പോൾ ഇവര് സ്കൂൾ ഉണ്ടാക്കി പറഞ്ഞു. അതൊന്ന് നോക്കിയിട്ട് വരാം. ഇത് നമ്മളെ വില്ലേജ്. ഇത് ആരും കണ്ടില്ലല്ലോ. ഇത് നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയ വില്ലേജാണ്. ഇതിന് പേര് കൊടുത്തിട്ടില്ല. VRZ വില്ല അതല്ലേ? VRZ വില്ല വില്ലേജ്. അപ്പോൾ ഇതാ കാണുന്നതാണ് സ്കൂള്. ചെറിയ സ്കൂളത്. വലിയ സ്കൂൾ ഉണ്ടാക്കൂല. അയ്യോ എന്തൊരു സൗണ്ടൊക്കെ പേടിച്ചു. ഇതാണ് ഇത് ഫുഡ് കൗണ്ടറാ? കിച്ചൺ ഇവിടെ വേറെ സ്കൂൾ ബസ്. ഇതാരുണ്ടാക്കിയാണ്? എൻ്റെ ഉള്ളിൽ ഏത് കൂടെ വരും? എത്രയുള്ളൂ? എന്തിനാ കയറി കാണിച്ചാ? ഒരു ആവശ്യമില്ല. എടോ അപ്പൊ നമ്മളിന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാലേ, നമ്മള് ഒരു ബീരങ്കി ഉണ്ടാക്കണം. ബീരങ്കി എന്താ അറിയില്ലേ? അവിടെ എയർപോർട്ടിൻ്റെ അവിടെ ഉണ്ടാക്കി പോരെ? ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ടാക്കണ്ട. അത് ശരിയാ. നമ്മള് ഈ കട്ടനാണെന്നില്ല, നിങ്ങളിഷ്ടം. ഞാൻ ബീരങ്കിക്ക് ഒരു പച്ച കളറിൽ വിചാരിച്ചിട്ട് എടുത്താണ്. കുറച്ച് വലുപ്പം ഉണ്ടായിക്കോട്ടെ അല്ലേ? ഓക്കെ. ഒരു അപ്പോൾ ഇതൊരു സൈഡിൽ ഇങ്ങനെയും വെക്കണം. ഇനി അടുത്ത സൈഡ് ഉണ്ടാക്കണം. സൈഡിക്ക് 1 2 3 4 4 മതി. ഇത് കൂട്ടാതെ ഇട്ടോ 4. ഇവിടെ 1 2 3 4. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുക, യോജിപ്പിക്കുക. എടാ നമ്മള് മാത്രമേ ഉള്ളൂ, മറ്റേ ഇവനൊന്നുമില്ല, നെഞ്ചപ്പൊന്നുമില്ല. എവിടെ? ഞാൻ കണ്ടില്ല. സ്കൂളിൻ്റെ അവിടെയാണ്. സ്കൂളിൽ പാർക്ക് ഉണ്ടാക്കണം. സ്കൂളിൽ പാർക്ക് പോകണം. പാർക്ക് നമുക്ക് വേറെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഉണ്ടാക്കാം. നമ്മൾ ഞാൻ ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കല്ലേ പാർക്ക് തന്നെ വേണ്ട. പിന്നെ ഞാനൊരു ബീരങ്കിയുടെ വീഡിയോ സൂം ഒരു വീഡിയോ ഒക്കെ ഇടണം. ഇങ്ങനെ വെക്കുക. ഇതുവരെയും വെക്കണം. അതിന് ശേഷം ഇപ്പുറത്തും അതേപോലെ ഇങ്ങനെ. എന്നിട്ട് ഇവിടെ അങ്ങോട്ടും വെടിവെക്കുന്നു. ഇവിടെ വെച്ചാലേ വേൾഡ് മൊത്തം കഥ മുഴുവൻ.
അപ്പോൾ ഉള്ളി ഇതുവരെ മൂടണം. അതിനുശേഷം ഈ ഭാഗത്ത് നമ്മൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ വെക്കണം, പിന്നെ ഇങ്ങനെ ഇതുവരെ വെക്കുക. അതിനുശേഷം ഈ സാധനം ഇങ്ങനെ ഇവിടെ കൂട്ടണം, കൂട്ടി വെക്കുക. ഇവിടെ ഒന്ന് വെക്കുക, ഇവിടെ ഒന്ന് ഇരിക്കണം. ഇവിടെ അങ്ങനെ ഒരു നമ്മൾ ചെയർ പോലെ എന്തെങ്കിലും വെക്കണം. ഇതാരാ ഒന്ന് മാറിയേ. ഗോപിക്കൊരു പണിയായിട്ട് ഇവിടെ നിൽക്കണം. എന്ത് പണി? അപ്പോൾ അത്രയും പണി കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെയർ പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കറുപ്പായിക്കോട്ടെ ഡിസൈനല്ലേ. അതിന് ശേഷം നമ്മൾ ഈ സാധനം കണ്ടോ, ഒബ്സർവർ എടുത്തിട്ട് ഒന്നിവിടെ ഇങ്ങനെയല്ല ഇങ്ങനെ വെക്കണം. അയ്യോ ഒന്നിവിടെ അവിടെ വേണ്ട, ഇവിടെയും പിന്നെ ഒന്നിവിടെ, അടുത്ത് ഇവിടെ 1 2 3 4 5 5 മതി. അതിനുശേഷം നമ്മൾ ഡിസ്പെൻസർ എടുത്തിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് ഡിസ്പെൻസറിൽ നമ്മൾ ഫയർ ബോൾ ഉണ്ടല്ലേ, ഫയർ ചാർജ് എടുത്തിട്ട് ഇതിലിടുക. അപ്പോൾ വർക്ക് കഴിഞ്ഞു. അയ്യോ ഇതൊന്ന് വെക്കരുത്. പീരങ്കിയുടെ വർക്ക് കഴിഞ്ഞു. നമ്മൾ ഇവിടെ ഇങ്ങനെ ഉണ്ട്. പീരങ്കി കയറാനുള്ളൊരു വഴിയാണ് ഇനി വേണ്ടത്. ടാങ്കർ കയറാൻ നമുക്ക് ലാഡർ മതി. വേണ്ട ഇവിടെ വെക്കില്ലേ. ലാഡർ വെച്ചിട്ട് കയറിയിട്ട് ഇവിടെ ഇരിക്കും. ഈ ലിവർ എടുത്തിട്ട് ഇവിടെ വെക്കുക. അപ്പോൾ ഇത്ര ഉള്ളു പരിപാടി. ഇനി ഇതാ നമ്മൾ കണ്ടോ, ഇതാണ് പരിപാടി. നമ്മൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വെടിച്ചാൽ ഫയർ ചെയ്യും. ഇത്ര ഉള്ളു സംഭവം. നമ്മളാണെങ്കിൽ ഡിസൈനിന് വേണ്ടിയിട്ട് നമുക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. ഞാൻ കാണിച്ചിടാം. ഇവിടെ ഇതിങ്ങനെ ഇവിടെ ഇത് വെക്കുക, ഇവിടെ ഇത് വെക്കുക, ഇത് വെക്കുക. ഇത് വെക്കുക. ഇത് ഇവിടെ കയറാനുള്ള വഴി. എന്നിട്ട് മുന്നിൽ ഒരു ചില്ലൊക്കെ ഇട്ട് കൊടുക്കുക. ഡിസൈനാട്ടോ, അല്ല ഇത് വെക്കണം നിർബന്ധമൊന്നുമില്ല. അത് ജസ്റ്റ് ഡിസൈന്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി വേറെ ഒന്നുമില്ല. ഈ ടാങ്കറിൻ്റെ പണിയാണ്. അങ്ങനെ പോകണം. നോക്കി എങ്ങോട്ടൊന്നുമില്ല, അങ്ങനെ അങ്ങോട്ട് പോകും. നൈസാണ് സംഭവം. അപ്പോൾ ജസ്റ്റ് ഫണ്ണി. ഇത് ഇങ്ങനത്തെ വേൾഡ് ആണെങ്കിൽ അങ്ങോട്ട് തിരിച്ച് ഉണ്ടാക്കാൻ നിൽക്കണ്ട. പാളി ഒരു സൈഡ് കൂടെ അങ്ങോട്ട് പോകും. എന്തുമെങ്കിലും അങ്ങോട്ട് കൊണ്ടാൽ മതി. ഫുള്ള് കത്തിയില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വേറെ വീഡിയോയുമായി വരുന്നേക്ക് വരേക്കും എല്ലാവർക്കും ബൈ.